ചരിത്രം പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, വിപ്ലവത്തിന്റെ രാജകുമാരനായ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് അതും ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടയാളായിരുന്നു വീരവിനായക ദാമോദര സവർക്കർ. സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്ന പേരില് കമ്മ്യൂണിസ്റ്റുകാർ വലിയ കള്ളക്കഥകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിന് കണ്ടെത്തിയിട്ടുള്ള കാരണം. എവിടെയാണ് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും കാലാപ്പാനിയിൽ പ്രിയദർശൻ കാണിക്കുന്നുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏക അതിനുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ആ കാലാപ്പാനിയിൽ പോലും സവർക്കറിന്റെ കഥാപാത്രം അവതരിപ്പിച്ചത് മോഹൻലാൽ അല്ല. മോഹൻലാൽ അവതരിപ്പിച്ചത് ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ബ്രിട്ടീഷ് ഓഫീസറുടെ കാല് നക്കുന്നതായി കാണിക്കുന്നത്. സവർക്കറുടെ കഥാപാത്രം അവതരിപ്പിച്ചത് അനൂപ് കപൂറാണ്. അപ്പൊ അവിടെ പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അവരുടെ ചരിത്രം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്നിട്ട് 4 വർഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ബ്രിട്ടനെതിരായി പ്രവർത്തിച്ചതിന് ശിക്ഷിച്ചതാണ് 4 വർഷത്തെ കഠിന തടവ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ എന്താ പറയുന്നത്, ഇവരുടെ എന്താ പറയുക, ഇരട്ടത്താപ്പെന്നോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഇവരുടെ വിപ്ലവത്തിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാകുന്ന അപ്പോഴാണ്. ഇവിടെയാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർപ്പിലേക്ക് പോയതിന് പോലും കാരണമായ സംഭവം ഈ നമ്മളുടെ കാൺപൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ജയിലിൽ കിടന്ന എസ്.എ. ഡാംഗെയും നളിനി ഗുപ്തയും ബ്രിട്ടന് മാപ്പപേക്ഷ എഴുതി കൊടുത്തു. വെറും 4 വർഷം ശിക്ഷിക്കപ്പെട്ടപ്പോഴാണെന്ന് ഓർക്കണം. 4 വർഷത്തെ ശിക്ഷാ കാലാവധിയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നളിനി ഗുപ്തയും എസ്.എ. ഡാംഗെയും ചേർന്ന് ബ്രിട്ടന് ഈ എന്താ പറയുന്നത് മാപ്പ് എഴുതി കൊടുത്തു. അത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആർക്കൈവൽ ലൈബ്രറിയിൽ ഈ കത്തുകൾ അവൈലബിൾ ആണ്. പിൽക്കാലത്ത് അത് ഡാംഗെ കത്തുകൾ എന്ന പേരില് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ വിസ്ഫോടനം ഉണ്ടാക്കിയതാണ് ഡാംഗെ കത്തുകൾ. ഇന്നും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ഡാംഗെ കത്തുകളെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഡാംഗെ അറിയുക പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ പ്രതികരിക്കുള്ളൂ. അപ്പോൾ ഈ ഡാംഗെ കത്തുകളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കുഴി തോണ്ടിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൊരു കത്തിന്റെ ഒരു വാചകം ഞാൻ വായിക്കാം. നളിനി ഗുപ്തയും എസ്.എ. ഡാംഗെയും ചേർന്ന് എഴുതിയ കത്താണ്. അതിൽ പറയാണ്, we the undersigned beg to inform you that we are willing to give an undertaking to government not to commit any more offences for which we are at present convicted, and we shall be thankful to government if they will deign to consider our request favorably and release us as soon as possible, as we are undergoing sufferings which we cannot sustain. അതായത് ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമതകൾ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എവിടെയാണ് 4 വർഷം ശിക്ഷിക്കപ്പെട്ടപ്പോഴത്തെ പറച്ചിലാണ്. ആ സമയത്താണ് വീരവിനായക ദാമോദര സവർക്കറെ ജീവിതാവസാനം വരെ ഏകാന്ത തടവെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ സെല്ലിൽ സ്വന്തം അനുജനായ സവർക്കർ കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ജ്യേഷ്ഠനും അനുജനും അപ്പുറത്തെ ഇപ്പുറത്തെയും സെല്ലുകളിൽ ഏകാന്ത തടവിൽ കിടക്കുകയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നിവർന്നു നിൽക്കാൻ പറ്റാവുന്ന പൊക്കം മാത്രം, 6 അടി പൊക്കം മാത്രമുള്ള ഒരു കുടിസുമുറിയിൽ 2 കൈകളും കാലുകളും ഭിത്തിയിലേക്ക് ബോൾട്ട് ചെയ്തു വെച്ച അവസ്ഥയിലാണ് സവർക്കറെ ഏകാന്ത തടവിന് വിധിച്ചത്. ദിവസത്തിൽ പുറത്തിറക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചക്കാട്ടിക്കാൻ. അതിക്രൂരമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സവർക്കറെ പുറത്തിറക്കിയിട്ടുള്ളത്. ആ സവർക്കർ പിൽക്കാലത്ത് ഭാരതം ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമൊക്കെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ ഇപ്പോഴും നിങ്ങൾക്ക് ആൻഡമാൻസിൽ പോകാമെങ്കിൽ സെല്ലുലാർ ജയില് ഭാരത സർക്കാർ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണു നിറഞ്ഞല്ലാതെ അത് കാണാൻ പറ്റില്ല. കാരണം തന്റെ വിലങ്ങിലുണ്ടായിരുന്ന ഇരുമ്പാണി ഉപയോഗിച്ചുകൊണ്ട് സവർക്കർ ആ ജയിലിന്റെ ഭിത്തിയിൽ അതിമനോഹരമായ കവിതകൾ, ദേശസ്നേഹം തുളുമ്പുന്ന കവിതകള്, വലിയ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയിട്ടത് ഇന്നും കാണാം. ആലോചിച്ച് നോക്കൂ. നമ്മള് ആ സവർക്കറെയാണ് ഇവര് മാപ്പപേക്ഷിച്ചു, കാല് നക്കി എന്നൊക്കെ വിളിക്കുമ്പോ ഈ ഡാംഗെ കത്തുകളെ പറ്റി നാം ചോദിക്കണം. വെറും 4 വർഷം കഴിഞ്ഞപ്പോ പറയുകയാണ്, അതായത് ഇപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന സത്യവാങ്മൂലം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഈ അപേക്ഷ പരിഗണിച്ച് എത്രയും പെട്ടെന്ന് വിട്ടയച്ചാൽ ഞങ്ങൾ സർക്കാരിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇപ്പോൾ തടവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങയുടെ അനുസരണയുള്ള സേവകർ ശ്രീമദ് അമൃത ഡാംഗെ, നളിനി ഭൂഷൺ ദാസ് ഗുപ്ത. ഇങ്ങനെ ഡാംഗെ കത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കത്തുകൾ ഉണ്ടായിരുന്നു. ഈ കത്തുകൾ പിന്നീട് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നതിന് കാരണമായി.
കാരണം ഡാങ്കെ കോടതിയിൽ പോയിട്ട് ഇതിലും ഭീകരമായ രീതിയിൽ റിപ്പന്റ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഡാങ്കെ ഹാജരാക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും കണ്ണൂരെ നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പ്രത്യേകത, കുഞ്ഞനന്ദൻ നായർ പാർട്ടിയുടെ ഒരു ചരിത്രകാരനായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ചരിത്രം എഴുതുക, പാർട്ടിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം ചെയ്തായിരുന്നു കുഞ്ഞനന്ദൻ നായർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ജർമ്മനിയിലായിരുന്നു വർഷങ്ങൾ താമസിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തന്റെ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പൊളിച്ചെഴുത്ത് DC ബുക്സ് ആണ് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയാൽ വായിക്കാൻ പറ്റും. അതിൽ പറയുകയാണ്, ഈ ഡാങ്കെ കോടതിയിൽ ചെന്നിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. ഡാങ്കെ പറയാണ്, ഞാൻ ധനതത്വശാസ്ത്രം പഠിച്ച ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം വ്യവസായവൽക്കരണത്തോടൊപ്പം തൊഴിലാളികളും ഉണ്ടാകാം. തൊഴിലാളികൾ സമരം ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന ആശയത്തെ ഞാൻ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. ചക്രവർത്തി തിരുമനസിന്റെ പരമാധികാരം നിഷേധിക്കാനുള്ള വിപ്ലവം നടത്തുന്ന ഗൂഢാലോചനയിൽ ഞാൻ ഒരിക്കലും പങ്കാളിയായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി എന്നെ കുറ്റവിമുക്തനാക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ശ്രീപത് അമൃത ഡാങ്കെ എന്ന SA ഡാങ്കെയാണ്. ഈ കത്ത് വെളിവിട്ടിരിക്കുന്നത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം.